വിഷമിക്കാതെ നന്ദിനിക്കുട്ടി, അച്ഛനൊന്നും സംഭവിച്ചു കാണുകയില്ല. എന്നാലും അയാൾ എന്താ പറഞ്ഞത്? ഫോണിൽ കൂടെ എനിക്ക് ശരിക്കും ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അച്ഛന് ബോധക്കേടുണ്ടായെന്ന് മാത്രം പറഞ്ഞു. അച്ഛനൊരു അസുഖവും ഉണ്ടാവത്തതാ. നീ വിഷമിക്കാതെ, നമുക്കൊരു കാറ് പിടിച്ചു പോകാം. വരൂ. എന്നെപ്പോലാകാതിരിക്കൂ, ഒരിക്കലും എന്നെപ്പോലാകാതിരിക്കൂ. എന്നെപ്പോലാകാതിരിക്കൂ, ഒരിക്കലും എന്നെപ്പോലാകാതിരിക്കൂ. രണ്ടാഴ്ചയായി ഞാൻ പോണ്ടിച്ചേരിയിലായിരുന്നു. വന്നപ്പോൾ ഡാഡിയാണ് പറഞ്ഞത്. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ ഒരു തവണയെ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കെന്തോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായിരുന്നു അസുഖം? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഓ, ഡാഡി പറഞ്ഞു. ഡാഡി അവിടെ വന്നപ്പോൾ സ്റ്റുഡൻസിന്റെ തിരക്കായിരുന്നു അത്രേ. ഞാൻ പോട്ടെ. നന്ദിനിക്കുട്ടി, ഇതൊന്നും ഓർത്ത് ദുഃഖിക്കരുത്. എല്ലാം ദൈവനിശ്ചയമാണെന്ന് കരുതിയാൽ മതി. അമ്മയില്ലാത്ത എന്റെ വിധിയെപ്പറ്റിയും അങ്ങനെ കരുതിയാണ് ഞാൻ സമാധാനിക്കുക. മോളെ, നീ ഊണ് കഴിക്കുന്നില്ലേ? ഇപ്പൊ വേണ്ടമ്മേ. രാവിലെ നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ മോളെ? ഇപ്പൊ വിശപ്പില്ലാഞ്ഞിട്ടാ. കുറച്ച് കഴിയുമ്പോ ഞാൻ വിളമ്പി ഉണ്ടോളാം. നന്ദിനിക്കുട്ടി, രാവിലെ കുളിയും കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയതാ മോളെ. എന്നും കൊട്ടാരവളപ്പിൽ പോയിരുന്ന് ഉച്ചവരെ അക്ഷരശ്ലോകം ചെല്ലാറുണ്ട്. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ തലചുറ്റി വീണെന്നാ കൈമൾ പറഞ്ഞത്. ആശുപത്രി പോകേണ്ടി വന്നില്ല. എന്തിനതൊക്കെ പറയുന്നു? അത്രയ്ക്ക് ആയുസുണ്ടായിരുന്നുള്ളൂ. ടെലഗ്രാം കിട്ടിയ ഉടനെ തന്നെ വേണുവേട്ടൻ ലീവിന് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാനാ, കിട്ടണ്ടേ? ഇപ്പൊ തന്നെ എന്ത് പാടുപെട്ടാ ലീവ് കിട്ടിയത്. നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്ത് ആശ്വാസമായിരുന്നു മോളെ. അപ്പച്ചി ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അപ്പച്ചി, മോഹൻ ഏതാനും 2 വർഷം കഴിഞ്ഞ് ലീവ് കിട്ടുകയുള്ളൂ. ഇപ്പൊ അമ്മാവനും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് എത്രയും വേഗം നന്ദിനിക്കുട്ടിയുടെ വിവാഹം നടത്തുന്നത് നല്ലതാണെന്ന് മോഹൻ എനിക്ക് എഴുതിയിരുന്നു. നീ കുറച്ച് വെള്ളം എടുത്തിട്ട്. ഏതായാലും നല്ല സ്വഭാവക്കാരനാണ്. പിന്നെ മോഹന്റെ സ്നേഹിതനാണ്. സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ടാ വരുന്നത്. അയാൾ 2 ആഴ്ചകളിൽ മടങ്ങിപ്പോകും. ഇപ്പൊ നടന്നാൽ നടന്നു. നന്ദിനിക്കുട്ടിയുടെ ഫോട്ടോയും കാണിച്ചു. അവർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി അമ്മായിയുടെ സമ്മതം മാത്രമേ ആവശ്യമുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമായില്ലല്ലോ. അവളുടെ പ്രകൃതം അവനും പിടിക്കണ്ടേ? നേരെ ചൊവ്വ ഉപ്പും മുളകും ഞെടാൻ പോലും അവൾക്കറിയില്ല. അതൊക്കെ ശരിയാവും അമ്മായി. ഇതുപോലൊരു ചെറുക്കനെ കിട്ടിയത് നന്ദിനിക്കുട്ടിയുടെ ഭാഗ്യമെന്ന് കരുതിക്കോളൂ. നീ കൊച്ചു കുട്ടിയൊന്നുമല്ല. ജീവിതത്തെ കുറെ കൂടി ഗൗരവമായി കാണണം. നീ കാരണം ഞാൻ എത്ര വേദനിക്കുന്നെന്നറിയാമോ? നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടേനെ. എന്നതാണോ സ്ഥിതി? നീ ഇങ്ങനെ പോയാൽ ഭാവിയിൽ താങ്ങും തണലുമായി ആരുണ്ട്? അമ്മ എന്നും ജീവിച്ചിരിക്കുമോ? ഞാൻ എന്ത് വേണം? നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ.
ഞാൻ രവിയുടെ വീട്ടിൽ പോയിരുന്നു. നിനക്ക് എന്തുകൊണ്ടും ചേരുന്ന ഭർത്താവാണെന്ന് 100 തവണ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നിന്നെ ഞാൻ നിർബന്ധിക്കുന്നത്. നിനക്കിഷ്ടമാണെങ്കിൽ പിന്നെ യാതൊരു ചടങ്ങിന്റെ ആവശ്യമില്ല, കല്യാണം നടത്തുകയേ വേണ്ടൂ. നിനക്കിഷ്ടമാണോ മോളെ? എനിക്കിഷ്ടമാണ്. എന്താ കുട്ടി? ഒന്നുമില്ല, ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തത്. ഉറങ്ങാൻ നോക്കൂ. എന്തായി? രവിയെ കണ്ടോ? രവിയെ കണ്ടു, അമ്മാവനെ കണ്ടു, ആലോചിച്ചു, മുഹൂർത്തവും നിശ്ചയിച്ചു. എന്നാ? ബുധനാഴ്ച രാവിലെ 10-നും 12-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ. ഇരിക്കും മോനെ. നേരാണ് നന്ദിനി ചേച്ചി ആൾക്കാർ പറയുന്നേ. എന്തു പറഞ്ഞു? നന്ദിനി ചേച്ചിയുടെ കല്യാണാണെന്ന്. നേരാണ്. അപ്പൊ നന്ദിനി ചേച്ചിക്ക് ഇനി പുസ്തകം വേണ്ടല്ലേ? എങ്ങനെയുണ്ടാ പിച്ചേന്റെ ഭർത്താവിന്റെ സെലക്ഷൻ? നന്നായിട്ടുണ്ട്. വേണുവിന് ഇങ്ങനെയൊക്കെ നോക്കിയെടുക്കാൻ അറിയാമോ? അത് പിന്നെ നിത്യ തൊഴിലല്ലേ അമ്മായി. ആഴ്ചയിൽ ഓരോ സാരി വാങ്ങിച്ചു കൊടുത്തില്ല, പിന്നെ അവിടെ ചെവിതല വെക്കാൻ ഒക്കത്തില്ല. ഞാനിപ്പോ മോളെ നന്ദിനിക്കുട്ടി, സാരിയൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആ തത്ത ഇങ്ങനെ ഇട്ട് കുത്താതെ മതി. നീ കുത്തട്ടോ. ആ എന്താ റെഡിയായില്ലേ? മോളെ നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. പോയിട്ട് വാടി. എന്നാ നമുക്ക് നോക്കാം. എന്നെ ആരും കല്യാണത്തിന് വിളിച്ചില്ല. ഞാൻ അറിഞ്ഞു വന്നതാണ്. രാവിലെ 11 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ ബോംബെക്ക് പോവുകയാണ്. നന്ദിനെ കണ്ട് ആശംസകൾ അറിയിക്കാനാണ് വന്നത്. ഓൾ ദി ബെസ്റ്റ്. കരയാതെ മോളെ, കരയാതെ.